നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ഇന്നലെ മഴയെ തുടർന്ന് ഈഡൻ ഗാർഡൻസിൽ നടന്ന ആ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നല്ലോ. PBKSും KKRും ഓരോ പോയിൻ്റ് വീതം വെച്ചു. അതായത് കളി KKR 3.4 ഓവറുകളിൽ 2 വിക്കറ്റിന് 25 റൺസ് എടുത്ത് നിൽക്കവെയാണ് മഴ വന്ന് തടസ്സപ്പെടുന്നത്. പിന്നീട് പുനരാരംഭിച്ചില്ല. രണ്ട് ടീമിനും ഓരോ പോയിൻ്റ് കൊടുത്തു. ഇതോടുകൂടി പോയിൻ്റ് പട്ടികയിൽ അടിമുടി മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കളിക്ക് മുമ്പ് 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന RCB താഴേക്ക് ഇറങ്ങുന്നു. അതേസമയം 4-ാം സ്ഥാനത്തുണ്ടായിരുന്ന പഞ്ചാബ് കിങ്സ് 1-ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. അടിമുടി മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 9-ാം സ്ഥാനത്തുണ്ടായിരുന്നിടത്ത് 8-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുമുണ്ട്. നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. കളിക്ക് മുമ്പ് RCB 2 കളി 2 വിജയം 4 പോയിൻറ്റുമായിട്ട് 1-ാം സ്ഥാനത്ത്. RR 2 കളി 2 വിജയം 4 പോയിൻറ്റ്. നെറ്റ് റൺ റേറ്റിൽ RCBയുടെ തൊട്ടുപുറകിൽ, അങ്ങനെ അവർ 2-ാം സ്ഥാനത്ത്. ഡൽഹിക്കും 2 കളി 4 പോയിൻറ്റ്. നെറ്റ് റൺ റേറ്റിൽ അവർ 3-ാം സ്ഥാനത്താവുന്നു. പഞ്ചാബ് കിങ്സ് 2 കളി 4 പോയിൻറ്റ്. നെറ്റ് റൺ റേറ്റിൽ അവർ 4-ാം സ്ഥാനത്താവുന്നു. ഇപ്പോൾ പഞ്ചാബ് കിങ്സിന് ഈ ഒരു പോയിൻ്റ് കൂടി ലഭിച്ചതോടെ അവർ 5 പോയിൻറ്റിലേക്ക് എത്തി. 3 കളി 2 വിജയം, ഒരു നോ റിസൾട്ട്. അങ്ങനെ 5 പോയിൻറ്റ് 0.64 നെറ്റ് റൺ റേറ്റിൽ അവർ 1-ാം സ്ഥാനത്തേക്ക് ഉയരുകയാണ്. ഒന്നാമതുണ്ടായിരുന്ന RCB 2-ാം സ്ഥാനത്തേക്കും, രണ്ടാമതുണ്ടായിരുന്ന രാജസ്ഥാൻ റോയൽസ് 3-ാം സ്ഥാനത്തേക്കും, മൂന്നാമതുണ്ടായിരുന്ന ഡൽഹി ക്യാപിറ്റൽസ് 4-ാം സ്ഥാനത്തേക്കും ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു മാറ്റം ടോപ്പിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ ടീമുകളുടെയും സ്ഥാനം ഒന്ന് താഴേക്ക് ഇറങ്ങുന്ന കാഴ്ച. സൺറൈസേഴ്സ് ഹൈദരാബാദ് പക്ഷേ 5-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. പിന്നെ മുംബൈ ഇന്ത്യൻസ് 6-ാം സ്ഥാനത്ത്, ലക്നൗ സൂപ്പർ ജയൻസ് 7-ാം സ്ഥാനത്ത്. എന്നാൽ അവിടെ നിന്ന് പിന്നീട് വീണ്ടും മാറ്റം വരികയാണ്. നേരത്തെ 8-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഗുജറാത്ത് ടൈറ്റൻസ് 9-ാം സ്ഥാനത്തേക്ക് മാറുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 1 പോയിൻറ്റുമായിട്ട് 8-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. CSKക്ക് പിന്നെ മാറ്റമൊന്നുമില്ല. 10 ഇനി എവിടേക്കും താഴേക്ക് പോകാനില്ലല്ലോ. അതുകൊണ്ട് അവർ 10-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാണ് സ്ഥിതിവിശേഷം. അപ്പോൾ ഇതിൽ PBKസിന് നഷ്ടമാണെന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ നഷ്ടമാണെന്ന് പറയേണ്ടി വരും. കളിച്ച 2 കളിയും വിജയിച്ച് നല്ല രൂപത്തിൽ പോയതാണ്. ഇവിടെ ഈഡൻ ഗാർഡൻസിലാവട്ടെ മികച്ച തുടക്കം അവർക്ക് ലഭിച്ചതുമാണ്. മഴയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കണ്ടീഷൻ ഉപയോഗപ്പെടുത്തി മികച്ച രൂപത്തിൽ തുടങ്ങിയതുമാണ്. എന്നിട്ടും മത്സരത്തിൽ നിന്ന് 1 പോയിൻ്റ് മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ എന്നുള്ളത് ഭാവിയിൽ, അതായത് പ്ലേ ഓഫ് ഒക്കെ നിർണ്ണയിക്കേണ്ട ഘട്ടത്തിലൊരു വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ PBKസിന് ഇതൊരു നഷ്ടമാണ് എന്ന് പറയേണ്ടി വരും. അതേസമയം KKRന് നിലവിൽ കളിച്ച് 2 കളിയും പൊട്ടി നിൽക്കുമ്പോൾ ഇതൊരു ആശ്വാസമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.